പാർലമെന്റിലെ പുകയാക്രമണം അത് അതീവ ഗുരുതരമാണെന്ന് പ്രധാനമന്ത്രി ഒടുവിൽ പറയുകയാണ്. പാർലമെന്റ് ആക്രമണം അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി വിശദ പരിശോധന നടത്തും. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. നാളെ പാർലമെന്റ് ഇരുസഭകളും സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യപ്രതി ലളിത് ഝാ നശിപ്പിച്ച ഫോണിന്റെ അവശിഷ്ടങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പ്രതിരോധമുയർത്താനാണ് പ്രധാനമന്ത്രി വിഷയത്തിലെ നിലപാട് ആവർത്തിച്ചത്. അത്യന്തം ഗൗരവകരമാണ് സംഭവം. എല്ലാ വശങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായുണ്ട്. ഇതിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പ്രതിപക്ഷ സമീപനം ഉചിത താൽപര്യങ്ങൾക്ക് ചേരുന്നതല്ല. ഒരു ഹിന്ദി ദിനപത്രത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കൽ. മറുവശത്ത് പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ സ്പീക്കർ ആരംഭിച്ച അനുനയ നീക്കങ്ങൾ തള്ളുകയാണ് പ്രതിപക്ഷം. സ്പീക്കറുടെ കത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ലെന്ന് അവർ വിലയിരുത്തി. നാളെ മുതൽ സഭ പൂർണ്ണമായി സ്തംഭിപ്പിക്കും വിധം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. ആക്രമണ വിഷയത്തിൽ മറുപടി പറയാൻ അമിത്ഷായ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും പ്രതിപക്ഷ കക്ഷികൾ കത്തും നൽകി. മറുവശത്ത് പാർലമെന്റ് ആക്രമണ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ലളിത് ഝാ നശിപ്പിച്ച ഫോണിന്റെ ഭാഗങ്ങൾ ഡൽഹി പോലീസ് രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തി. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതികളുടെ മൊഴികളും അന്വേഷണ സംഘം അംഗീകരിക്കുന്നില്ല. യാദൃശ്ചികമായ കൂടിച്ചേരലാണ് കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായതെന്ന വാദം അംഗീകരിക്കാനാകില്ലെന്ന് പോലീസ് വിലയിരുത്തി. സംഭവത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ടെന്നാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളുടെയും ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും സാമ്പത്തിക ബന്ധങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.